കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണത്തിനോടനുബന്ധിച്ചുള്ള പലചരക്ക് ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി അജയ്കുമാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മിതമായ നിരക്കിൽ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്റ്റ് സഹായത്തോടുകൂടി സഹകരണ ബാങ്ക് വിതരണം ചെയ്യുകയാണ്. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഇടത്തട്ടുകാരുടെ ഉഷത്തിൽ നിന്നും മോചനം നേടുന്നതിനായിട്ടും വിലക്കയറ്റത്തെ നിർത്തുന്നതിനായിട്ടാണ് ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതികളാണ്. എല്ലാ വർഷങ്ങളിലും സഹകരണ ബാങ്കിൻ്റെ പ്രവൃത്തി നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഈ സഹകരണ ചന്തകളും നമ്മുടെ ഓണച്ചന്തകളും നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തിൻ്റെ ഉദ്ഘാടനം അല്പ സമയത്തിനോട് നിർവഹിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും അതിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ. ബാങ്കിൻ്റെ ഈ വർഷത്തെ ഓണച്ചന്ത 2 സ്ഥലത്തായിട്ടാണ് നടത്തുന്നത്. കുഴിപ്പള്ളി ഹെഡ് ഓഫീസ് കെട്ടിടത്തിലും അയ്യമ്പള്ളിയിലുമാണ്. പച്ചക്കറി ചന്തകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കും. അതുപോലെ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ ഓണം വിഭവങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളുണ്ടാവും. എല്ലാ വർഷത്തെ പോലെ തന്നെ ഇക്കൊല്ലവും നല്ല രീതിയിൽ ചന്തകൾ നടത്താനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളാണ് ഓണച്ചന്ത കൺസ്യൂമർ മാർക്കറ്റ് വഴി അതിൽ പയർ, കടല, അതുപോലെ അരി, വെളിച്ചെണ്ണ, പിന്നെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും വളരെ ശുദ്ധമായ നിരക്കിൽ നമുക്ക് കൺസ്യൂമർ ഫെഡിൽ നിന്ന് ലഭിച്ചു. ആ റേറ്റിന് തന്നെയാണ് നമ്മളിവിടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. എല്ലാ സഹകാരികൾക്കും നല്ല രീതിയിലുള്ള ഓണം ആഘോഷിക്കാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ 12 പലവ്യഞ്ജന കിറ്റുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ വർഷവും ഈ ഓണച്ചന്ത നടത്തുന്നത്. ഈ ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. കുഴിപ്പള്ളി സർവീസ് ബാങ്കിൽ ഈ കൊല്ലവും 2 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ചന്ത നടത്തുന്നത്. ഏകദേശം ഒരു 525 പേർക്കുള്ള കിറ്റുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണാശംസ നേർന്നു. അവിടുത്തെ അതെടുത്ത് പിന്നെ അതിൻ്റെ പേരിൽ ഈ കിട്ടിയ മേലും വളരെയധികം സന്തോഷിക്കുന്നു. കുഴിപ്പള്ളി സർവീസ് ബാങ്കിന് 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. 1963 ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ 27ഓളം മെമ്പർമാരോട് ആരംഭിച്ച് ഇപ്പോൾ ഒരു 17,000 മെമ്പർമാരിലേക്ക് വികസിച്ചു. ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ 117 കോടിയോളം ഡെപ്പോസിറ്റ് വന്ന പ്രവർത്തനമുണ്ട്. അഡ്വാൻസ് 75 കോടിയോളമുണ്ട്. നല്ല ലാഭകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് പ്രൊഫഷണൽ ബാങ്ക്. അതുപോലെ ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. സർക്കാർ നിർദ്ദേശിക്കുന്ന അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത കണക്കാക്കിയിട്ട് സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവിധത്തിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്. ഒരു ബാങ്കിൻ്റെ പ്രവർത്തനം മാത്രമല്ല, ബാങ്കിങ് മാത്രമല്ല സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം. സമൂഹത്തിൻ്റെ അടിത്തട്ടയിൽ സാമൂഹ്യ പദ്ധതിയോടുകൂടി ഒട്ടേറെ ജനക്ഷേമമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടക്കുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് പച്ചക്കറികളൊക്കെ വില കുറഞ്ഞ് കൊടുക്കുന്ന രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, ജൈവ സൂപ്പർ മാർക്കറ്റ് താഴെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളം കർഷകരെ സഹായിക്കാൻ വേണ്ടി ഇത് വളരെ കുറഞ്ഞ നിരക്കിലാണ് വളം അതുപോലെ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബാങ്കിൻ്റെ സ്റ്റാഫിൻ്റെയും ജീവനക്കാരുടെയും ഭാഗമായിട്ട് ഒരു നാട്ടിലെ കൃഷി ഗ്രൂപ്പുണ്ട്, SH. അതും ബാങ്കിൻ്റെ മട്ടുപ്പാവിൽ നല്ല രീതിയിൽ പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട്. ഈ വർഷം പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്ത് നല്ല രീതിയിൽ ബാങ്കിൻ്റെ അതുപോലെ ഒട്ടേറെ ഈ പാലിയേറ്റീവ് മെമ്പർമാർക്ക് കിടപ്പ് രോഗികൾക്ക് ധനസഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സബ്സിഡി നിരക്ക് വായ്പകളിൽ തന്നെ മാരകമായ അസുഖങ്ങളുള്ളവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന് വരുമാനമില്ലാത്തവർക്ക് അവരുടെ വായ്പകളിൽ നല്ല രീതിയിൽ വായ്പ ക്ലോസിംഗ് അടച്ചു തീർക്കാൻ വേണ്ടി പലിശ ഇളവ് നല്ല രീതിയിൽ കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ള ബാങ്കിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ കഴിഞ്ഞിട്ട് മാതൃകയായിട്ടും ബാങ്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രവർത്തനങ്ങളിൽ കൂടുതലാണ് ശ്രമിക്കുന്നത്. അതിൽ മോനായി സാർ ഇന്നപ്പോഴാണ് ഈ ബാങ്കിൻ്റെ ഇത്രയും ജനകീയമായിട്ട് പദ്ധതികളും ഈ
ഇന്നിരിക്കുന്ന കൗതുക ചാവലങ്ങളുടെ ഡയറക്ടറേറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ടും അതേ കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിൻ്റെ പ്രതിബദ്ധത നിർത്തിക്കൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പ്രാർത്ഥിക്കാനും മുന്നോട്ട് പോകുക. ഒരു വീടിനെ സംബന്ധിച്ച് ആ വീട്ടിലെ വീട്ടമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബാങ്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള വായ്പകൾ നൽകി വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു വായ്പ എന്ന് പറയുന്നത് കുടുംബജ്യോതി വായ്പയാണ്. അത് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ഒരു കുടുംബശ്രീയിലേക്ക് 10 ലക്ഷം രൂപ വീതം ഞങ്ങൾ ഏതാണ്ട് 200 കുടുംബശ്രീകൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരു വായ്പയാണ്. കൃത്യമായി മുടക്കൊന്നും കൂടാതെ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ഒരു വായ്പയാണ് ജ്യോതി വായ്പ. അതുകൂടാതെ പെട്ടെന്നുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴും നമ്മൾ പലിശരഹിത വായ്പയായിട്ട് 5000 രൂപ വീതം നൽകുകയും അതുപോലെ തന്നെ അതിനുശേഷം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 10000 രൂപ കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് നൽകി വരുന്ന മറ്റു വായ്പകളേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് മുട്ടക്കോഴി വിതരണം നടത്തിയിട്ടുണ്ട്.